ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ്. മറ്റുള്ള എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു വളരെ സിമ്പിളായിട്ടുള്ള എപ്പിസോഡാണ്. എന്നാൽ തുടക്കക്കാർക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ, അതായത് പാസ്റ്റ് ടെൻസിൽ നമ്മൾ എങ്ങനെ കാര്യങ്ങൾ പറയാം എന്നാണ് പഠിച്ചത്. അതായത് ഹീ കെയിം, അവൻ വന്നു. അവൻ വന്നോ എന്ന് ചോദിക്കണമെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ ഡിറ്റൂടെ ചേർത്ത് ഈ വെർബിനെ നമ്മൾ ബേസ് ഫോമായിട്ട് മാറ്റും, അല്ലെങ്കിൽ V1 ആയിട്ട് മാറ്റും. അതായത് ഡിഡ് ഹി കം എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അത് മനസ്സിലായല്ലോ. ഡിഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1, അതാണ് അതിൻ്റെ സൂത്രവാക്യം. അത് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇത് തന്നെ അവൻ വന്നു, ഇനി അവൻ വന്നില്ല എന്നെങ്ങനെ പറയും? അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെയെല്ലാം ഡിഡിൻ്റെ ഒരു പ്രയോഗമാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തൊരു കാര്യം, വെർബിന് പ്രധാനമായിട്ട് 3 ടെൻസ് ഫോമാണ്. അതിന് ആദ്യത്തെ, അതായത് പ്രസൻറ്റിന് V1, ഗോ V1, അതിൻ്റെ പാസ്റ്റ് വെൻറ്റ് അതിന് V2, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഗോൺ അതിന് V3. ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എളുപ്പത്തിന് വേണ്ടി. അങ്ങനെയായിരിക്കും ഇനി പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് V1, V2, V3 എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാകും. ഇനി നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഓക്കെ. ഹീ കെയിം, അവൻ വന്നു. അവൻ വന്നില്ല എന്നെങ്ങനെ പറയും? ഹി ഡിഡിൻറ്റ് കം, അല്ലെങ്കിൽ ഹി ഡിഡ് നോട്ട് കം. എന്താണ് അതിൻ്റെ സൂത്രവാക്യം അല്ലെങ്കിൽ ഫോർമുല? സബ്ജക്റ്റ് പ്ലസ് ഡിഡ് നോട്ട് പ്ലസ് V1, ബേസ് ഫോം ഓഫ് ദ വെർബ് എന്ന് പറയും. V1 അഥവാ പ്രസന്റ് ഫോം ഓഫ് ദി വെർബ്. ഈ ഡിഡ് നോട്ടിനെയാണ് ഷോർട്ട് ചെയ്ത് ഡിഡിൻറ്റ് എന്ന് നമ്മൾ സംസാരത്തിൽ പറയുന്നത്. ഓക്കെ. അതായത് ഹി കെയിം, അവൻ വന്നു. വന്നില്ല എന്ന് പറയണമെങ്കിൽ ഹി ഡിഡിൻറ്റ് കം. ഷീ വെൻറ്റ്, അവൾ പോയി. അവൾ പോയില്ല എന്ന് പറയണം. ഷീ ഡിഡിൻറ്റ് ഗോ. ഈ വെൻറ്റ് ഗോ ആയിട്ട് മാറി, അതിൻ്റെ V1 ആയിട്ട് മാറി. നെക്സ്റ്റ്, ദേ ഇൻവൈറ്റഡ് ഹിം, അവർ അവനെ ക്ഷണിച്ചു. ഇൻവൈറ്റഡ്. ദേ ഡിഡിൻറ്റ് ഇൻവൈറ്റ് ഹിം, അവർ അവനെ ക്ഷണിച്ചില്ല. ഷീ കുക്ക്ഡ് ഫുഡ്, അവൾ ഫുഡ് കുക്ക് ചെയ്തു. കുക്ക് ചെയ്തില്ല എന്നാണെങ്കിലോ? ഷീ ഡിഡിൻറ്റ് കുക്ക് ഫുഡ്, അവൾ ഫുഡ് കുക്ക് ചെയ്തില്ല. ഷീ കംപ്ലീറ്റഡ് വർക്ക്, അവൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഷീ ഡിഡ് നോട്ട് കംപ്ലീറ്റ് വർക്ക്, അവൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തില്ല. എന്താണെങ്കിലും പ്രധാനമായിട്ടും ഈ സെൻറ്റൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സബ്ജക്റ്റ് പ്ലസ് ഡിഡിൻറ്റ് പ്ലസ് V1. ഈ V1ന് പ്രസന്റ് ഫോം എന്ന് പറയും, ബേസ് ഫോം എന്ന് പറയും. ഇങ്ങനെ രണ്ട് ഇതിനും പറയും. അതുകൊണ്ട് അത് കൺഫ്യൂഷൻ ഉണ്ടാകും. ഇനി ഞാൻ ഈ ആദ്യത്തെ പാട്ട് പറയും, നിങ്ങൾ രണ്ടാമത്തെ പാട്ടൊന്ന് പറയുക. 1/2 മിനിറ്റ്. ഹി കെയിം, അവൻ വന്നില്ല എന്ന് പറഞ്ഞ്. ഷീ വെൻറ്റ്, അവൾ പോയി. അവൾ പോയില്ല എന്ന് പറയണം. ദേ ഇൻവൈറ്റഡ് ഹിം, അവർ അവനെ ക്ഷണിച്ചു. ഷീ കുക്ക്ഡ് ഫുഡ്, ഷീ കംപ്ലീറ്റഡ് വർക്ക്. അപ്പോൾ ഇത് പറയാൻ പറ്റിച്ചല്ലോ. ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് കൃത്യമായിട്ട് പഠിക്കുക. അടുത്തതിൽ വേറൊരു സിമ്പിൾ എപ്പിസോഡുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. ഓക്കെ, ദിസ് ഈസ് ശ്രീമോഹൻ സൈനിങ് ഓഫ്. അണ്ടിൽ മീറ്റ് അഗൈൻ.